കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം വളരെ കുറയുകയാണ്. അതായത് മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്ന ചില നേട്ടങ്ങളൊന്നും ശരിക്കും കോൺഗ്രസിന് ബീഹാറിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് രാജ്യത്തോടുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി അവിടെ നടന്നും കിടന്നും ഒക്കെ ആയിരുന്നു, കുളത്തിൽ ചാടുന്നു, പ്രചരണം നടത്തുന്നു, അല്ലെ, എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മളവിടെ കണ്ടത്. പക്ഷെ അതൊന്നും ഏഷ്യയില്ല എന്നുള്ളത് വേണം ഈ ഒരു അവസരത്തിൽ പറയാൻ. പക്ഷേ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല, പ്രശാന്ത് അപ്പോഴും ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ടായിരുന്നു ഹരിയാന അതുപോലെ ഉണ്ടാകുമോ. അതായത് എല്ലാ പ്രവചനങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട്, സ്വാഭാവികമായും ബീഹാർ എപ്പോഴും അങ്ങനെയാണ്, പ്രവചനങ്ങളെ അപ്രസക്തമാക്കുന്ന രീതിയാണ് ബീഹാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിന്തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു നിലവിലെ ഒരു സാഹചര്യത്തിൽ അതായത് 160 സീറ്റുകൾ ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. പിന്നെ നമ്മൾ പ്രധാനമായും പറയേണ്ട തേജസ്വി യാദവ് രാഘവ്പൂരിലൊക്കെ മുന്നിട്ട് നിൽക്കുകയാണ്. തുടക്കം മുതൽ തേജസ്വി അവിടെ മുന്നിട്ട് നിൽക്കുന്ന സാധ്യതയാണ് നമ്മൾ കണ്ടത്. സിവാൻ മേഖലയിൽ മംഗൾ പാണ്ഡെ, അതായത് BJP സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം പിന്നിലേക്ക് പോകുന്നു. സാമ്രാട്ട് ചൗധരി മുന്നിൽ നിൽക്കുന്നു താരാപൂറിൽ എന്നുള്ളതൊക്കെയാണ്. സാമ്രാട്ട് ചൗധരി ഇടയ്ക്ക് ഒരു സമയത്ത് കുറച്ച് വോട്ട് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം വീണ്ടും മുന്നിലേക്ക് കൃത്യമായി എത്തുന്നു എന്നുള്ളതാണ്. മൈഥിലി ഠാക്കൂർ അലിനഗറിൽ മുന്നിട്ട് നിൽക്കുന്നു.